ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജനുവരി 14-ാം തീയതി സഭ ഓർക്കുന്ന മറ്റൊരു വിശുദ്ധൻ കൂടിയുണ്ട്. വിശുദ്ധ മലാക്കി. ആർമാഗിൽ ഒരു കുലീന കുടുംബത്തിലാണ് മലാക്കി ജനിച്ചതെന്ന് വിശുദ്ധ ബെർണാഡ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആർമാഗിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിലാണ് പഠിച്ചത്. 1119 അദ്ദേഹം പുരോഹിതനായി. പിന്നീട് ലിസ്മോറിലേക്ക് പോയി. വിശുദ്ധ മൽക്കസിൻ്റെ കീഴിൽ ദൈവശാസ്ത്രം പഠിച്ചു. 1123 ബാങ്കോറിലെ ആബട്ടായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പിറ്റത്തെ വർഷം കോന്നോറിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. 1132 ആർമാഗിലെ മെത്രാപ്പൊലിത്തയായി നിയമിക്കപ്പെടുകയും ചെയ്തു. വളരെ എതിർപ്പുകളുണ്ടായിരുന്നുവെങ്കിലും തീക്ഷ്ണതയോടെ തന്നെ 2 രൂപതകളും അദ്ദേഹം ഭരിച്ചു. വന്യ സംസ്കാരം തൂത്തുകളഞ്ഞു. ക്രിസ്തീയ സംസ്കാരം നടപ്പിലാക്കാൻ അദ്ദേഹം പണിപ്പെട്ടു. സമാധാനം പുനഃസ്ഥാപിച്ച ശേഷം 1138 മലാക്കി ആർമാഗിൽ നിന്ന് രാജിവെച്ച് കോന്നോറിലേക്ക് മടങ്ങി. അനന്തരം മലാക്കി മാർപ്പാപ്പയെ സന്ദർശിക്കുകയും താമസിയാതെ അയർലൻഡിലെ പേപ്പൽ പ്രതിനിധിയായി നിയമിക്കപ്പെടുകയും ചെയ്തു. ഒരിക്കൽ കൂടെ അദ്ദേഹം റോമ യാത്ര ചെയ്തു. മടക്കയാത്രയിൽ 1148 ക്ലെയർവോ ആശ്രമത്തിൽ വിശുദ്ധ ബെർണാഡിൻ്റെ കരങ്ങളിൽ കിടന്ന് സകല മരിച്ചവരുടെയും ഓർമ്മ കൊണ്ടാടുന്ന ദിവസം അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞു. 1199 3-ാം ഇന്നസെൻ്റ് പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. 54 വയസ്സേ ഉള്ളൂ മരിക്കുമ്പോൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വർഷങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ. ഇദ്ദേഹം പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അയർലൻഡിനെയും മാർപ്പാപ്പന്മാരെയും പറ്റി അദ്ദേഹം കുറേ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടത്രേ. 1139 ഇന്നസെൻ്റ് രണ്ടാമനെ സന്ദർശിച്ച് പാലിയം വാങ്ങാൻ ചെന്നപ്പോഴാണ് മാർപ്പാപ്പന്മാരെ പറ്റിയുള്ള തൻ്റെ പ്രവചനങ്ങൾ എഴുതി കൊടുത്തത് എന്ന് പറയപ്പെടുന്നു. 400 കൊല്ലത്തേക്ക് ഈ പ്രവചനത്തെപ്പറ്റി ആരും ഒന്നും പറഞ്ഞു കാണുന്നില്ല. 112 മാർപ്പാപ്പന്മാരെ പറ്റിയുള്ള പ്രവചനങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലത്തെ മാർപ്പാപ്പ പേത്രൂസ് റൊമാനൂസ് ആയിരിക്കും എന്നാണ് ഇദ്ദേഹം പ്രവചിച്ചിട്ടുള്ളത്. പേത്രൂസ് റൊമാനൂസ്. അതിനു മുമ്പുള്ള മാർപ്പാപ്പയുടെ ചിഹ്നം ഒലിവിൻ്റെ മഹത്വമായിരിക്കും എന്നാണ് പ്രവചനം. ഇവരുടെ 2 പേരുടെ ഇടയിൽ ഇനി വേറെ മാർപ്പാപ്പന്മാരുണ്ടോ എന്നറിഞ്ഞുകൂടാ. ജ്വലിക്കുന്ന അഗ്നി എന്നാണ് വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പയുടെ ചിഹ്നം. ആകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ് 13-ാം ലയോൻ മാർപ്പാപ്പയുടേത്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മലാക്കി ഇതുപോലെ കുറേ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ പ്രവചനങ്ങളും എല്ലാവരും അംഗീകരിച്ചിട്ടില്ല. എങ്കിലും വിശുദ്ധ മലാക്കിയുടെ പ്രവചനങ്ങൾ തള്ളിക്കളയാനും സാധ്യതയില്ല. എന്താണ് ഇനിയും ലോകം അറിയാനിരിക്കുന്നത്, കാണാനിരിക്കുന്നത്? അത് കാണുമ്പോൾ തന്നെയേ അറിയുള്ളൂ. ഇദ്ദേഹം പ്രവചിച്ച പല കാര്യങ്ങളും നടന്നിട്ടുള്ളതാണെന്ന്. പല അത്ഭുതങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധ മലാക്കി പ്രവർത്തിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം. സഭയെ ഭരിക്കാനുള്ള ഒടുവിലത്തെ പത്രോസ് വരുന്നതുവരെ ഈശോയുടെ ഹിതമനുസരിച്ച് ജീവിച്ച് ഈശോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.
തിരുസഭയ്ക്ക് വേണ്ടിയും മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും സകല പിതാക്കന്മാർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പ്രവചനങ്ങൾ നിറവേറുമ്പോൾ, കർത്താവ് ഈ ഭൂമിയിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമ്പോൾ അതിൽ ഒരാൾ പോലും നഷ്ടപ്പെടാതെ, കർത്താവിൻ്റെ മക്കൾ ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ നമുക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കാം. സ്വർഗപിതാവിനോട്, പുത്രൻ തമ്പുരാനോട്, പരിശുദ്ധാത്മാവിനോട്. അതിനുവേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല ചൊല്ലി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മെ നയിക്കാനുള്ള ഒടുവിലത്തെ മാർപ്പാപ്പ ആരായിരിക്കും? അത് ദൈവനിശ്ചയം പോലെ നടക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ നമുക്ക് കാണാം, കേൾക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈശോയോടൊപ്പമാണെങ്കിലോ, അങ്ങനെ ഈശോയുടെ ഒപ്പമായിരിക്കാൻ നമുക്ക് ദൈവം ഇടവരുത്തണമേ എന്ന് അതിനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.